കേരള സർവകലാശാല സംസ്കൃത വിഭാഗത്തിൻ്റെ സെമിനാർ കേരള സർവകലാശാല ക്യാമ്പസിലാണ് സെമിനാർ നടക്കുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് ചാൻസലർ കൂടിയായ ഗവർണർ. പ്രധാന അതിഥി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. വലിയ സദസ്സ്, നിറഞ്ഞ സദസ്സ്. കുട്ടികളൊക്കെ നേരത്തെ തന്നെ ക്യാമ്പസിലെത്തിയിരുന്നു. സെനറ്റ് ഹാളിലാണ് പരിപാടികൾ നടക്കുന്നത്. സെനറ്റ് ഹാളിൽ എത്തിയിരുന്നു. വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. ഗവർണർ ക്യാമ്പസിലേക്ക് വന്നപ്പോഴാണ് SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉയർന്നത്. SFIയുടെ ആവശ്യങ്ങളിൽ പ്രധാനം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കരുത് എന്നാണ്. അതോടൊപ്പം തെരഞ്ഞെടുത്ത വിദ്യാർത്ഥി യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണം എന്നും ന്യായമായ ആവശ്യമാണ്. വലിയ പ്രതിഷേധമുണ്ടായി. സർവകലാശാല ക്യാമ്പസിനകത്തും പുറത്തും പ്രതിഷേധമുണ്ടായി. സെമിനാർ നല്ല രീതിയിൽ നടന്നു. പോലീസ് സംരക്ഷണം കൊടുത്തു. അവസാനം ഗവർണർ തിരിച്ചുപോയി. സെമിനാറിൽ നിറഞ്ഞ സദസ്സായിരുന്നു. എല്ലാ മാധ്യമങ്ങളും സെമിനാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരാണ് സെമിനാറിൽ പങ്കെടുത്തത്? സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റാണ്, സർവകലാശാലയുടെ സംസ്കൃത വിഭാഗമാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. സ്വാഭാവികമായും സംസ്കൃത വിഭാഗത്തിലെ കുട്ടികളായിരിക്കണം സെമിനാറിൽ പങ്കെടുക്കേണ്ടത്. അതല്ലെങ്കിൽ സംസ്കൃതവുമായി ബന്ധമുള്ള ആളുകളായിരിക്കണം. അതല്ലെങ്കിൽ തൊട്ടടുത്ത കോളേജുകളിലെ സംസ്കൃത വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം. തൊട്ടടുത്താണ് കാലടി സംസ്കൃത സർവകലാശാലയുടെ പ്രാദേശിക കേന്ദ്രം. അവിടെ നിന്ന് വിദ്യാർത്ഥികളെ എത്തിക്കാമായിരുന്നു. എന്തിനേറെ പറയുന്നു, സർവകലാശാലയുടെ കീഴിലുള്ള സംസ്കൃത കോളേജ് തൊട്ടപ്പുറത്താണ്. അവിടെ നിന്ന് വിദ്യാർത്ഥികളെ കൊണ്ടുവരാമായിരുന്നു. ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, കുട്ടികൾ വന്നത് സ്വാശ്രയ കോളേജുകളിൽ നിന്ന്, മെഡിക്കൽ സ്വാശ്രയ കോളേജുകളിൽ നിന്നും. ഡോക്ടർമാർ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഇവരൊക്കെയായിരുന്നു മുന്നിൽ നിറഞ്ഞു നിന്നത് എന്ന വാർത്ത മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി കൊടുത്തിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ്: സംസ്കൃത ശില്പശാലയിൽ ഹാൾ നിറയ്ക്കാൻ നഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്ന്. അതിൽ പറയുന്നു, കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച സംസ്കൃത ശില്പശാലയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഹാൾ നിറയ്ക്കാൻ എത്തിച്ചത് നഴ്സിംഗ് വിദ്യാർത്ഥികളെ. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ കൂടിയായ കേരള VC മോഹനൻ കുന്നുമ്മലിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ജില്ലയിലെ വിവിധ നഴ്സിംഗ് കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ കൊണ്ടുവന്നതാണ് വിവരം. നഴ്സിംഗ് കോളേജുകളുടെ വാഹനത്തിലാണ് വിദ്യാർത്ഥികൾ എത്തിയത്. ഉദ്ഘാടകനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനു നേരെയുള്ള SFI പ്രതിഷേധത്തെ തുടർന്ന് ഉദ്ഘാടന സമ്മേളനത്തിന് ആളില്ലാതാകുമെന്ന ആശങ്കയിലാണ് നഴ്സിംഗ് വിദ്യാർത്ഥികളെ കൊണ്ടുവന്നത് എന്നാണ് വാർത്തയിൽ പറയുന്നത്. 24 ന്യൂസ് ചാനൽ ഇത് സംബന്ധിച്ച് ഒരു വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. അവർ വിദ്യാർത്ഥികളുടെ പ്രതികരണം എടുത്തിട്ടുണ്ട്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ നഴ്സിംഗ് കോളേജിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളാണ് എന്ന്. അതുകൂടി പ്രേക്ഷകർക്ക് കേൾക്കാം. MBBS ഇല്ല, BSc നഴ്സിംഗ്. ശ്രീ ശാരദ കോളേജ്. ശ്രീ ശാരദ കോളേജ് ഓഫ് നഴ്സിംഗ്. ഇല്ല, ഒരു ബന്ധമില്ല. ശാസ്ത്രമംഗലം. ഇതാണ് 24 ന്യൂസ് കൊടുത്ത വാർത്തയുടെ ശബ്ദരേഖ. ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. കേരള സർവകലാശാലയുടെ സംസ്കൃത വിഭാഗത്തിൻ്റെ പരിപാടിയിൽ സംസ്കൃതം വിദ്യാർത്ഥികളില്ല. ആ പരിപാടിയിലാണ് സംസ്കൃത വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വാദോരാതെ സംസാരിച്ചത്. എന്തൊരു നാടകമാണ് ഇത് എന്നോർക്കണം. എന്തിനാണ് ഇത്തരമൊരു സെമിനാർ സംഘടിപ്പിച്ചത്? എന്തിനാണ് ഗവർണറെ കേരള സർവകലാശാല ക്യാമ്പസിൽ എത്തിച്ചത്? അത് ബോധപൂർവമാണോ? സർവകലാശാല ക്യാമ്പസിൽ ഗവർണർ വന്നാൽ പ്രതിഷേധമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമേയില്ല. നേരത്തെ തന്നെ ഗവർണറെ ക്ഷണിക്കുന്നതിന് എതിരെ അധ്യാപക സംഘടനകളും ജീവനക്കാരുടെ സംഘടനകളും വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനെ പ്രതിഷേധം അറിയിച്ചിരുന്നു. വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കും എന്ന കാര്യം സംശയമേയില്ല. സെനറ്റ് അംഗങ്ങൾ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ജീവനക്കാരുടെ പ്രതിനിധികൾ എല്ലാവരും ഈ സെമിനാർ ബഹിഷ്കരിച്ചിരുന്നു. വിദ്യാർത്ഥി പ്രതിനിധികളും സെമിനാറിൽ പങ്കെടുത്തിരുന്നില്ല. പിന്നെ എന്തിനാണ് ഇത്തരമൊരു സെമിനാർ സംഘടിപ്പിച്ചത്? സെമിനാർ സംഘടിപ്പിച്ചു എന്ന് വരുത്തി തീർക്കാനാണോ? അതല്ലെങ്കിൽ ഗവർണറെ ക്യാമ്പസിൽ എത്തിച്ച് ഇതാ ഞങ്ങൾ ഗവർണറെ കേരള സർവകലാശാലയിൽ എത്തിച്ചു, എന്തേ SFIക്കാർ പ്രതിഷേധിക്കാത്തത് എന്ന് ചോദിച്ച് വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കാനായിരുന്നു? അതല്ലെങ്കിൽ അവിടുത്തെ അധ്യാപക സംഘടനകളെ പ്രകോപിപ്പിക്കാനായിരുന്നു? എന്തെങ്കിലും പ്രതിഷേധം അവർ ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് ഉയർത്തി വിവാദമുണ്ടാക്കി അവർക്കെതിരെ നടപടിയെടുക്കുക, വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക, അതായിരുന്നു ലക്ഷ്യം. എന്തായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്? സംഘപരിവാറിൻ്റെ ഏജന്റിനെ പോലെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. അത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. പക്ഷേ ഇടതുപക്ഷത്തിന് എതിരെയാണ് ഗവർണർ നിൽക്കുന്നത് എന്നതുകൊണ്ട്, സർക്കാരിന് എതിരെയാണ് ഗവർണർ നിൽക്കുന്നത് എന്നതുകൊണ്ട് UDFും കോൺഗ്രസും അതിന് പരോക്ഷ പിന്തുണ നൽകുന്നുണ്ട് എന്നർത്ഥം. ഗവർണറുടെ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെടുന്നത് കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനാ നേതാക്കളാണ്, കോൺഗ്രസിൻ്റെ
ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് എന്ന കാര്യവും എല്ലാവർക്കും അറിയാം. ഈ കൂട്ടുകൃഷിയാണ് കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്നത്. കോൺഗ്രസും BJPയും തമ്മിലുള്ള കൂട്ടുകൃഷി. ആ കൂട്ടുകൃഷി ഒന്നുകൂടി പൊലിപ്പിക്കാൻ, വാർത്തകളിൽ നിറയാൻ SFI വലിയ പ്രതിഷേധമുയർത്തും, ഗവർണറെ തടയും, അത് വലിയ പ്രശ്നമായി മാറും, SFI വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും, അത് ചർച്ചയാക്കി മാറ്റാൻ കഴിയും. ഇതൊക്കെ വീണ്ടും വീണ്ടും കുത്തി പൊക്കിക്കൊണ്ടുവരികയും കേരളത്തിൽ സജീവ ചർച്ചയാക്കി മാറ്റുകയുമാണോ ഗവർണറുടെ ഉദ്ദേശം, സംഘപരിവാറിൻ്റെ ഉദ്ദേശം എന്നതുകൂടി വെളിപ്പെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നഴ്സിംഗ് വിദ്യാർത്ഥികളെ, മെഡിക്കൽ വിദ്യാർത്ഥികളെ കൊണ്ടിരുത്തി ഇത്തരമൊരു സെമിനാർ സംഘടിപ്പിച്ചത് എന്ന് സംസ്കൃത വിഭാഗത്തിൽ പെട്ട അധ്യാപകരാണ് മറുപടി പറയേണ്ടത്. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലാണ് മറുപടി പറയേണ്ടത്.